വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ഡ് സ്കൂൾ സപ്ലൈസ് ആൻഡ് പാക്കിംഗ് ആൻഡ് മോർ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പാക്കാണ്. ഇതാണ് എൻ്റെ പാക്ക്. എൻ്റെ ലാവൻഡർ പാക്കാണ്. ചെറിയൊരു സൈഡ് പാക്ക് ഉണ്ട്, കുഞ്ഞി ബാക്ക് പോലെ പറയും. ഉണ്ടോ, ഇവിടെ ഫിഷും ഇവിടെ സ്റ്റാർ ഫിഷും ആയിട്ടുള്ള ഇത് ടിഷ്യൂ ആണ്. ഇത് ഈ ബാഗിൻ്റെ കമ്പനി ജെനീൻ്റെയാണ്. ജെനി ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ബാഗിന് നല്ല സ്പേസാണ്, അത്യാവശ്യം നല്ല വലുതാണ്. ബാഗ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. ഇതാണ് എൻ്റെ പാക്ക്. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. അപ്പം അടുത്തത് പൗച്ചാണ്. പൗച്ചിൽ വെക്കുന്ന സാധനമല്ല, ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ട് കുളമായിപ്പോയി. കണ്ട, ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ സാധാരണ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കളിയുണ്ട്. നെക്സ്റ്റ് ഒരു സ്മോൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കളി കണ്ട. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രസമാണ്, ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള പൗച്ചാണിത്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ തൂക്കിയിട്ട് പോലെ ബാഗ് പോലെ ഉണ്ട് കാണാൻ. അപ്പം അടുത്ത കമ്പാർട്ട്മെൻറ്റിലുള്ളത് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 2 യൂണോമാക്സിൻ്റെ പെന്ന് വെച്ചിട്ടുണ്ട്, 2 പെൻസിൽ വെച്ചിട്ടുണ്ട്, ഒരു വൈറ്റ്നറും വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു കളിയിൽ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കളിയിൽ ഞാൻ ഒന്നും വെക്കുന്നില്ല. കണ്ടോ, ഇറേസറും ഷാർപ്പ്നറും ഞാൻ ഇതിലാണ് വെക്കുന്നത്. സ്മോൾ കളിയിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഹാപ്പി ടൈമിൻ്റെ ഹാർട്ടിലത്തെ കുറേ സീക്വൻസ് ഉണ്ട്. ഉണ്ടോ, ഇങ്ങനെ സ്റ്റാറിൻ്റെ സീക്വൻസ് നല്ല ക്യൂട്ടാണ്, ഫ്ലഷ് പോലെ ഉണ്ട്. അപ്പം നെക്സ്റ്റായിട്ട് മനസ്സിലാക്കുമ്പോൾ ലഞ്ച് ബോക്സാണ്. നല്ല സ്പേസുള്ള, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ, പിന്നെ അതാണ് കറി വയ്ക്കേണ്ട പാത്രം. ഇത് നമ്മൾ ഡൗൺ ടൗൺ മാളിൽ ഗ്രീൻസിന് വാങ്ങിയിരുന്നു, തലശ്ശേരിത്തെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ 5th സ്റ്റാൻഡേർഡിന് യൂസ് ചെയ്യാൻ പോണത് ലഞ്ച് ബോക്സ്. നെക്സ്റ്റ് നമ്മുടെ കിറ്റ്. അത്യാവശ്യം നല്ല സ്പേസുള്ള കിറ്റാണ്. ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള കിറ്റ്, സ്പേസ്. ഇവിടെ ഫുള്ള് കളർഫുള്ളാണ്, കളർഫുൾ റെയിൻബോ തീം പോലെ. പക്ഷേ ഇത് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബ്ലൂ ആണ്. ഇവിടെ ഫുള്ള് ബ്ലൂ, ഒരു ബന്ധവും ഇല്ലാത്ത കളറാണ് കിട്ടിയത്. പക്ഷെ കുറച്ച് ബന്ധമുണ്ട്. ഇത് ബ്ലൂ അല്ലേ. പക്ഷെ വാട്ടർ പൗച്ചും ബാഗിലും നോക്കുമ്പോൾ ഇത് വേറെ തന്നെ ഒരു കളർ. അപ്പോൾ നമുക്ക് അടുത്തത് വാട്ടർ ബോട്ടിൽ പോകാം. വാട്ടർ ബോട്ടിൽ ഒരു കളർ ബന്ധമില്ല, റെഡ്. ഇത് പറയണം, എൻ്റെ അമ്മ വാങ്ങിച്ചതാണ്. ഇങ്ങനെ തൂക്കാൻ കഴിയും. അത്യാവശ്യം സ്റ്റീലിൻ്റെ ബോട്ടിലാണ്. ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചത് പർപ്പിൾ കളറിലാണ്. ഇപ്പോൾ ഇത് വേറെ എന്തോ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഈഗിളിൻ്റെ കമ്പനിയാണ്. നല്ല വാട്ടർ ബോട്ടിലാട്ടോ. അപ്പോൾ കഴിച്ച് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് അപ്പോൾ അടുത്തത് നമ്മുടെ കുട ഞാൻ 4th സ്റ്റാൻഡേർഡിന് യൂസ് ചെയ്ത കുട തന്നെയാണ്. ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് കുടേൻ്റെ സൈഡ് ഒന്ന് ചെറുതായി ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ കഴിയും. നല്ല അടിപൊളി കുടയാണ്. പേർപ്പിൾ, ഗ്രീൻ, അങ്ങനത്തെ ബ്ലൂ എല്ലാം മിക്സ് ചെയ്തൊരു കളറാണ്. അപ്പോൾ നമുക്ക് അടുത്തതിൽ പോവാം. അടുത്തത് ഞാൻ പറഞ്ഞത് ബുക്സാണ്. ബുക്സ് ക്ലാസ് വർക്ക് ഉണ്ട്, ഇനിയും ഉണ്ട്.
ഇനി 2 കൂടി ഉണ്ട് ക്ലാസ് വർക്ക്. പിന്നെ ഡ്രോയിങ് ബുക്കുണ്ട്. ഇത് കൊണ്ടാണ്, ഇത് സ്കൂളിൽ വെക്കേണ്ടതാണ്. ഇത് സ്കൂളിൽ നിന്ന് എഴുതേണ്ട, ഫ്രീ ടൈമിന് കിട്ടുന്ന എഴുതേണ്ട സംഭവം. പിന്നെ ഇത് വർക്ക്ഷീറ്റും ഡ്രോയിങ് എല്ലാം ഉള്ളത്. പിന്നെ ഇനി കുറേ ഡ്രോയിങ് ബുക്ക് വരാണ്ട്, 2 ഡ്രോയിങ് ബുക്കും കൂടി വരാണ്ട്. ഇനി ഞാൻ സെമസ്റ്റർ ടെക്സ്റ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സെമസ്റ്റർ ടെക്സ്റ്റ്. ഓക്കെ, ഇത്ര ബുക്കാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി അടുത്ത ഒരു ബുക്കും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു. അടുത്ത ബുക്ക് ട്രൂ നോട്ടിൻ്റെ നല്ല ക്യൂട്ട് പൂച്ചക്കുട്ടീൻ്റെ ബുക്കാണ്. ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം കുറേ പേജ് ഉണ്ട്. അടുത്ത പേജ് നോക്കാം. 172 പേജസ് ഉണ്ട് ഇതിൽ. കണ്ടോ, ഇത്രയും ഡിസൈനിൽ വരും ഈ ബുക്ക്. പക്ഷേ തൻ്റെ ആൻറ്റി വാങ്ങിച്ചു തന്നതാണ് ബാംഗ്ലൂരിലത്തെ ഡിമാർട്ടിൽ നിന്ന്. നല്ല ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക്. പിന്നെ ഗൈസ്, പൗച്ചിൽ വെക്കാൻ മറന്നുപോയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്കെയില്, ഈ ഒരു യൂണിക്കോണിൻ്റെ സെറ്റ് വരുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഈ യൂണിക്കോണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണോ? ഈ ഒരു യൂണിക്കോണ് ശ്രദ്ധിച്ചോ? ഈ ഒരു യൂണിക്കോണാണ് ഈ ഒരു ബുക്കിലുള്ള, ഏതോ ബുക്കിലുണ്ടായിരുന്നു. സോറി ഗൈസ്, ഇതാണ് ശരിക്കും സെമസ്റ്റർ 1. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് സെമസ്റ്റർ 2ൻ്റെ ബുക്കാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് നോട്ട്ബുക്ക് തരും. അത് ആപ്പിളിൽ അങ്ങനെ എനിക്ക് നോട്ട്ബുക്കല്ല ടെക്സ്റ്റ് ബുക്ക് തന്ന നോട്ട്ബുക്ക് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ തരുമല്ലോ. ഗൈസ്, നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ ബാഗിൽ നമ്മൾ പാക്ക് ചെയ്യുന്നത് ആദ്യം ഞാൻ ഫസ്റ്റ് ഈ പൗച്ചാണ്. പൗച്ച് ഞാൻ എവിടെ വെക്കുന്നതെന്ന് നോക്കുന്നത്. പൗച്ച് നമുക്ക് ഫസ്റ്റ് വെക്കാം. ഫസ്റ്റ് കളി തന്നെ സ്കൂളിൽ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോട്ടിൽ ഞാൻ കിറ്റിലാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ബുക്സ് പാക്ക് ചെയ്യാണ്ട്, അത് പാക്ക് ചെയ്യാം. ഞാൻ ആദ്യം റഫ് ബുക്ക് പാക്ക് ചെയ്യാം. റഫ് ബുക്ക് ഞാൻ അവിടെ പാക്ക് ചെയ്യും. ശരിക്കും നോട്ട് ബുക്ക് വെക്കുന്നതാണ് ഞാൻ വെക്കുന്നത്. ഇല്ല വേണ്ട, നമുക്ക് ഈ കള്ളിയിൽ വെക്കാം. ഇവിടെ ഒരു ചെറിയ സംഭവമുണ്ട് ഇങ്ങനെ വെക്കുന്നു, ഒരു കവർ പോലത്തെ. ഇത് നമുക്ക് സ്കൂളിൽ വെക്കേണ്ട ടെക്സ്റ്റ് ബുക്സ് നോട്ട് ബുക്കെല്ലാം ഇതിൽ വെക്കാം. കാലിഗ്രാഫി ഇംഗ്ലീഷിൻ്റെ കോപ്പി നോട്ട് ബുക്സ് നമുക്കെല്ലാം ക്ലാസ് ബുക്കിൻ്റെ അതിലേക്കാം. പിന്നെ സെമസ്റ്റർ 1 ബുക്കും പിന്നെ മലയാളം ബുക്കും കൂടി എടുക്കുന്നുണ്ട്. എല്ലാ ബുക്കും എടുക്കണ്ടെന്ന് പറഞ്ഞ് ബട്ട് ജസ്റ്റ് ഒന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ ബാഗ് അവിടെ സെറ്റായി. ഇനി കുട വെക്കണം. ഈ കുടയാണ്. കുട ഇതിൽ കൊള്ളും ഡൗട്ടാണ്. കുടയിൽ അങ്ങനെയൊക്കെ കൊള്ളിച്ചതാണ്. അപ്പം ഇനി നമുക്ക് ലഞ്ച് ബോക്സ് ഇപ്പം പാക്ക് ചെയ്യണില്ല. ഇനി സ്നാക്സ് ബോക്സാണ് പാക്ക് ചെയ്യുന്നത്. സ്നാക്സ് ബോക്സ് ഞാൻ ഇതിൽ കാണിച്ചില്ല. സ്നാക്സ് ബോക്സ് എനിക്ക് ഞാൻ മാറി എടുക്കും. എൻ്റെ അടുത്ത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഞാൻ മാറി എടുക്കും. ഇനി ഞാൻ ബാക്ക് ടു സ്കൂളിലത്തെ ഇനിയൊന്നും കാണിക്കാനില്ല. ബട്ട് ജസ്റ്റ് ഒന്ന് കിറ്റിൽ വെറുതെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്യാൻ പോലെ ആക്കാം. ഓക്കെ, അപ്പോൾ ലഞ്ച് കിറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കൊള്ളുവാന്ന് അറിയില്ല, കറക്റ്റ് ഇതിൽ കൊണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ മാത്രം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് കൊള്ളുന്നില്ല.
കൊള്ളുന്നില്ല. നേരത്തെ കൊണ്ടിനിതിൽ ഭയങ്കര റിസ്ക്കാണ്. എന്നാ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഈ ഒരു പോട്ടിൽ കൊള്ളുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ കൊള്ളിക്കണം. അതിനുള്ളിൽ കൊള്ളുന്നുണ്ട്. നമുക്ക് ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. കിറ്റും ബാക്കായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.